നമസ്കാരം. ലോകത്ത് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുവാണ് അരി. അരി വേവിച്ചെടുത്ത ചോറാണ് മലയാളികളുടെ മുഖ്യ ആഹാരം തന്നെ. എന്നാൽ വേവിക്കാതെ പച്ചവെള്ളത്തിൽ അരിയിട്ട് ചോറുണ്ടാക്കാൻ പറ്റുമോ? അതിനുള്ള ഉത്തരമാണ് മാജിക് റൈസ് എന്നറിയപ്പെടുന്ന ചോക്കുവ അരി. ബോഗാസൗൾ എന്നും ഈ ഹ്രസ്വധാനി അരി അറിയപ്പെടുന്നുണ്ട്. അസാമിലെ പ്രാദേശിക പാചക പാരമ്പര്യത്തിലെ പ്രധാന ഭക്ഷ്യവസ്തുവാണ് ചോക്കുവ അരി. തീയില്ലാതെ പാചകം ചെയ്യാനാകുമെന്നതിനാലാണ് ഈ അരി മാജിക് റൈസ് എന്ന ഖ്യാതി നേടിയത്. ഇത് പാകം ചെയ്യാനായി 30 മിനിറ്റ് ചെറു ചൂടുള്ള വെള്ളത്തിലോ 1 മണിക്കൂർ തണുത്ത വെള്ളത്തിലോ കുതിർത്തു വെച്ചാൽ മാത്രം മതി. അതിനാൽ തന്നെ ഇന്ധനവും ലാഭം. ധാരാളം പോഷകമൂല്യവും ഈ അരിക്കുണ്ട്. 10.73% ഫൈബർ, 6.8% പ്രോട്ടീൻ എന്നിവയാൽ സമ്പുഷ്ടമായ ഭാഗിക പശപ്പുള്ള ശൈത്യ നെല്ലിനമാണ് ബോഗാസൗൾ. ശരീരത്തിന് തണുപ്പ് പ്രദാനം ചെയ്യാൻ ഈ മാന്ത്രിക അരിക്കാകും. മാത്രവുമല്ല, രാസവള പ്രയോഗങ്ങളോട് പ്രതികരിക്കാത്തതിനാൽ ഇവ തീർത്തും ജൈവവിളയാണ്. പ്രത്യേക വിശിഷ്ട ഗുണങ്ങളുള്ള ഈ അരിക്ക് 2023 ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിക്കുകയുണ്ടായി. 17-ാം നൂറ്റാണ്ടിൽ അസമിൽ നിലനിന്നിരുന്ന അഹോം രാജവംശത്തിലെ അതിശക്തരായ സൈനികരുടെ സവിശേഷ ഭക്ഷണമായിരുന്നു ചോക്കുവ. ഇന്നും അസമിലെ ജനപ്രിയ ഭക്ഷ്യവസ്തുവാണിത്. അവിടുത്തെ പരമ്പരാഗത ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും ഈ അരി ഉപയോഗിച്ചുള്ള ഭക്ഷ്യവസ്തുക്കൾ അതിപ്രധാനമാണ്. മാജിക്കൽ റൈസ് ബ്രഹ്മപുത്ര പ്രദേശത്താണ് കൂടുതലായും കൃഷി ചെയ്യുന്നത്. അസമിലെ ടിൻസുകിയ, ധേമാജി, ദിബുഗ്ര, ലഖിംപൂർ, ശിവസാഗർ, ജോർഹട്ട്, ഗോലാഘട്ട്, നഗൌൺ, മൊറിഗൌൺ എന്നീ ഭാഗങ്ങളിൽ ഈ നെല്ലിനം വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. മാജിക് റൈസ് തയ്യാറാക്കുന്നത് താരതമ്യേന ലളിതമാണ്. കുതിർത്തതിനു ശേഷം തൈര്, ശർക്കര, വാഴപ്പഴം എന്നിവ ചേർത്ത് രുചികരവും വയറു നിറയുന്നതുമായ പ്രഭാത ഭക്ഷണത്തിനായി ഈ അരി വിനിയോഗിക്കാവുന്നതാണ്. തയ്യാറാക്കാനുള്ള എളുപ്പവും പോഷകമൂല്യവും കാരണം പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാനാകാവുന്ന ഉത്തമ ഭക്ഷ്യവസ്തുവാണ് മാജിക് റൈസ്. 2023 മാജിക് റൈസിന് അതിന്റെ തനതായ സവിശേഷതകളും സാംസ്കാരിക പ്രാധാന്യവും തിരിച്ചറിഞ്ഞാണ് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചത്. ഈ ടാഗ് ചോക്കുവ അരിയുടെ അസാധാരണമായ ഗുണങ്ങളെ അംഗീകരിക്കുക മാത്രമല്ല, മാജിക് റൈസ് എന്ന പേരിന്റെ അനധികൃത ഉപയോഗം തടയുന്നതിനുള്ള നിയമപരിരക്ഷയും നൽകുന്നുണ്ട്. മൊത്തത്തിൽ പോഷകാഹാരം തയ്യാറാക്കാനുള്ള സൗകര്യം, സാംസ്കാരിക പ്രാധാന്യം എന്നിവയുടെ സവിശേഷമായ സംയോജനം പ്രദാനം ചെയ്യുന്ന ശ്രദ്ധേയമായ ഒരു ഭക്ഷ്യധാന്യമാണ് മാജിക് റൈസ്. കേരളത്തിന്റെ സ്വന്തം നെല്ലറിയായ പാലക്കാട്ടെ അത്താച്ചി എന്ന ഫാമിലും ഈ നെല്ലിനം വിളഞ്ഞത് വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്. കൃഷിയിറക്കി 110 ദിവസം കൊണ്ടാണ് പാലക്കാട്ട് ഈ നെൽച്ചെടികൾ കതിരിട്ടത്. 145 ദിവസമാണ് ഈ നെല്ലിനത്തിന്റെ ശരിയായ മൂപ്പ്. അത്താച്ചി ഫാമിൽ 12 സെന്റിൽ ഇറക്കിയ കൃഷിയിൽ നിന്നും 170 കിലോ നെല്ലാണ് കൊയ്തെടുത്തത്. പാലക്കാടൻ മട്ടേരിക്ക് സമാനമായ വലുപ്പമാണ് മാജിക്കൽ റൈസിന്റേത്. സാധാരണ പുഴുങ്ങലരി പോലെ തന്നെയാണ് ഈ നെല്ലും അരിയാക്കുന്നത്. ജൂണിൽ ഇറക്കിയ കൃഷിയാണ് നവംബർ മാസം അവസാനത്തോടെ വിളവെടുത്തത്. 3 അടിയോളം വളരുന്ന ചെടി കതിരിടാൻ ശരാശരി 100 ദിവസത്തിലധികം എടുക്കും. ഈ നെല്ലിനത്തിന് പൊക്കം കുറവായതിനാൽ വൈക്കോലും കുറവാണ്. ഇങ്ങനെയെല്ലാം വിവിധ സവിശേഷതകളാൽ ശ്രദ്ധേയമാവുകയാണ് അസമിന്റെ സ്വന്തം മാജിക്കൽ റൈസ്. വാർത്തയുടെ നിറം തേടി തനിനിറം.